സി LDF പ്രവർത്തകർ എല്ലാ ബൂത്തിലും വളരെ സജീവമായിരുന്നു. വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനും മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ ഏറ്റവും സജീവമായി കണ്ടു. ഞാൻ ബൂത്തുകളിൽ സന്ദർശനം നടത്തിയിരുന്നു. എല്ലാ ബൂത്തിലും പോയില്ല, പ്രധാന കേന്ദ്രങ്ങളിൽ. UDF ക്യാമ്പ് ഒരു മ്ലാനതയിലായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ വോട്ട് ചെയ്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സാധാരണ നിലയിൽ ഒരു ഇലക്ഷന് കാണിക്കുന്ന സജീവത ഭൂരിഭാഗം ബൂത്തുകളിലും ദൃശ്യമായിരുന്നില്ല. അതിനേക്കാൾ പൂവറായിരുന്നു BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവരുടെ പ്രവർത്തകരെ സജീവമായി കണ്ടില്ല. എന്നാൽ അവരുടെ വോട്ട് പോൾ ചെയ്യാൻ വരുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. അപ്പോൾ അതിൽ നിന്ന് ദൃശ്യമാകുന്നത് രാഷ്ട്രീയമായി അവർക്കൊരു വലിയ തിരിച്ചടി കിട്ടിയെന്നാണ്. ആ രാഷ്ട്രീയ തിരിച്ചടി LDFന് ഗുണകരമാവാനാണ് സാധ്യത. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മതന്യൂനപക്ഷങ്ങളെ വലിയ തോതിൽ ഒറ്റപ്പെടുത്തുക, പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്നാം റൗണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്തോ കണക്കുകൂട്ടലൊരു പിഴവ് പറ്റിയെന്ന് മോദിക്ക് തോന്നി എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോളിംഗ് പെർസെൻറ്റേജ് വളരെ കുറഞ്ഞുപോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വോട്ടിംഗ് കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തരംഗമില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ പോളറൈസേഷനിലേക്ക് അദ്ദേഹം പോയി. വിദ്വേഷ പ്രസംഗം, അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുമല്ലോ. കേരളത്തിലെ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അതെല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്നവരാണ് കേരളത്തിലെ വോട്ടർമാർ. അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.